നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 951st day. Today 34th sloka of Prathama Skandam 11th chapter. For details please see the description. Other version. Om Tat Sat. Om Namo Bhagavate Vasudevaya. Om Shri Krishna Paramatmane Namah. Hari Shri Ganapati Namah. Avignamastu Shri Gurubhyo Namah. Om Tat Sat. Krishnam Narayanam Vande. Krishnam Vande Vrajapriyam. Krishnam Dvaipayanam Vande. Krishnam Vande Pradasudam. Srimad Bhagavad Mahabhagavatam. ഒരു ദിവസം ഒരു ശ്ലോകം. ഇന്ന് 951 ദിവസം പ്രഥമസ്കന്ധത്തിലെ 11ാമത്തെ അധ്യായത്തിലെ 34ാമത്തെ ശ്ലോകം. ഏവം നൃപാണാം ക്ഷിതിഭാരജന്മന അക്ഷൗഹിണീഭി പരിവൃത്ത തേജസാം വിധായ വൈര്യം ശശനോ യദാനലം മിഥോവദേനോ ഭരതോ നിരായുധ. ഓം തത്സത്. എപ്രകാരം ഭഗവാൻ എല്ലാ രാജാക്കന്മാരും, അതായത് ഭൂമിക്ക് ഭാരമായിട്ട് ജനിച്ചിട്ടുള്ള എല്ലാവരെയും പരസ്പരം കോപം ഉണ്ടാക്കിയിട്ട് അവർക്ക് പരസ്പരം തന്നെ ദേഷ്യമുണ്ടാക്കി അവരെ എല്ലാവരെയും എപ്രകാരം കാറ്റിനാൽ മുള ഉരഞ്ഞ് തീയുണ്ടായി ആ മുളകൾ തന്നെ നശിക്കുന്നുവോ അപ്രകാരം പരസ്പരം കോപാഗ്നി ഉണ്ടാക്കി എല്ലാവർക്കും വിരോധമുണ്ടാക്കി, ദുഷ്ടന്മാരായവർക്ക് തമ്മിൽ വിരോധമുണ്ടാക്കി അവരെല്ലാവരും അവരുടെ സൈന്യത്തോടു കൂടി വന്ന് പരസ്പരം ആക്രമിച്ച് എല്ലാവരും ഇല്ലാതായി. അങ്ങനെ ഭഗവാൻ തൻ്റെ പ്രവൃത്തിയിൽ നിന്നും വിരമിച്ചു. ഭഗവാന്റെ ഇതുവരെ പറഞ്ഞ ഭഗവാന്റെ അവതാരോദ്ദേശം ചുരുക്കി ഈ ശ്ലോകത്തിൽ പറയുകയാണ്. തീ എപ്രകാരം സ്വയം മറ്റുള്ള അതിന് ഉണ്ടാകുന്ന സാധനത്തെയും നശിപ്പിക്കുന്നുവോ അപ്രകാരം എല്ലാറ്റിനെയും പരസ്പര ദ്രോഹം ചെയ്യുന്ന രാജാക്കന്മാരെ ഇല്ലാതാക്കി, രാജാക്കന്മാരെ നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. തീ അവരുടെ വൈര്യം, ദേഷ്യമാകുന്ന തീ അവരെ എല്ലാവരെയും നശിപ്പിച്ചു. അങ്ങനെ ഭഗവാൻ ആയുധമെടുക്കാതെ തന്നെ തൻ്റെ കാര്യം സാധിച്ചു എന്നാണ് പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. ഏവം നൃപാണാം ക്ഷിതിഭാരജന്മന അക്ഷൗഹിണീഭി പരിവൃത്ത തേജസാം വിധായ വൈര്യം ശശനോ യഥാനലം മിഥോവദേനോ ഭരതോ നിരായുധനായിട്ട് ഭഗവാൻ തൻ്റെ കാര്യം സാധിച്ചു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കായി